നമസ്കാരം. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. കേരളത്തിന്റെ റിയൽ സ്റ്റോറി ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ്. സൗദിയിൽ തടവിലുള്ള മലയാളിയുടെ മോചനത്തിന് വേണ്ടിയുള്ള ദയാധന സമാഹരണം വിജയം കണ്ടിരിക്കുകയാണ്. അതുൾപ്പെടെയുള്ള വാർത്തകൾ വിശദമായി കാണാം. സ്വാഗതം. സൗദിയിൽ തടവിലുള്ള അബ്ദുറഹീമിന്റെ മോചനത്തിനായി കൈകോർത്ത് മലയാളികൾ. ദയാധന സമാഹരണം വിജയം. 34 കോടി സമാഹരിച്ചത്. വധശിക്ഷ നടപ്പാക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ. രാമേശ്വരം കഫേ സ്ഫോടനത്തിൽ മുഖ്യപ്രതികൾ പിടിയിൽ. 2 പേരെ കസ്റ്റഡിയിലെടുത്തത് കൊൽക്കത്തയിൽ നിന്ന്. മുഖ്യ ആസൂത്രകൻ അബ്ദുൾ മദീൻ താഹേന്ന് NIA. IED വച്ചത് മുസാവിദ് ഹുസൈൻ എന്ന വിശദീകരണം. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് സാക്ഷി മൊഴികൾ നൽകണമെന്ന് ഹൈക്കോടതി. കോടതി നിർദ്ദേശം നൽകിയത് എറണാകുളം സെഷൻസ് കോടതിക്ക്. വസ്തുതാന്വേഷണ റിപ്പോർട്ട് രഹസ്യ റിപ്പോർട്ടല്ലെന്നും കോടതി. അതിജീവിതയുടെ മറ്റാവശ്യങ്ങളിൽ മെയ് 30 വാദം. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇഡിക്ക് തിരിച്ചടി. തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യണമെന്ന അപ്പീൽ പരിഗണിക്കുന്നത് മാറ്റി. തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കാമെന്ന് ഹൈക്കോടതി. കോതമംഗലത്ത് കിണറ്റിൽ വീണ ആനയെ കരയ്ക്ക് കയറ്റി. രക്ഷാദൌത്യം നീണ്ടത് 16 മണിക്കൂർ. വനമേഖലയിലേക്ക് തുരത്തും. സംസ്ഥാനം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 14 ദിവസം. രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച വയനാട്ടിലെത്തും. സജി മഞ്ഞക്കടമ്പിലിനെ പരിഹസിച്ച് മോൻസ് ജോസഫ്. അവിടെ അവഗണനയായിരുന്നു, അവിടെ ചവിട്ടിക്കൂട്ടുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം ചേർന്നിട്ടാണ് സംരക്ഷിച്ചത്. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നപ്പോൾ കേരള കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു. ഈ പാർട്ടി കൊടുക്കാവുന്ന ഏറ്റവും വലിയ പോസ്റ്റാണ്. കേരള കോൺഗ്രസിന്റെ തട്ടകമായ കോട്ടയത്ത് കൊടുത്തു. അതിന്റെ പ്രാധാന്യം പോലും പുള്ളിക്ക് മനസ്സിലായില്ലെന്നുള്ളതാണ്. ക്രൈസ്തവ സഭകൾ BJPയോട് അടുക്കുന്നുവെന്ന പ്രചാരണം തെറ്റെന്ന് ഫ്രാൻസിസ് ജോർജ്. പാനൂർ സ്ഫോടനം തെരഞ്ഞെടുപ്പ് ആയുധമാക്കി കോൺഗ്രസ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് KPCC. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേതൃത്വം കത്ത് നൽകി. ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി വൈകാതെ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അകലെയല്ലെന്നും മോദി. കശ്മീരിന്റെ പ്രത്യേക പദവി തിരികെ നൽകാൻ കോൺഗ്രസിന് വെല്ലുവിളി. റെക്കോർഡ് തിരുത്തി സ്വർണ്ണവില. പവന് 800 രൂപ കൂടി 53,760 12 ദിവസം കൊണ്ട് സ്വർണ്ണവിലയിലുണ്ടായത് 2,880 രൂപയുടെ വർധനവ്. ISLൽ പ്ലേ ഓഫിന് മുൻപ് ജയം ലക്ഷ്യമിട്ട് ബ്ലാസ്റ്റേഴ്സ്. ലീഗിലെ അവസാന മത്സരത്തിൽ ഇന്ന് ഹൈദരാബാദിനെ നേരിടും. ന്യൂസ് 18 കേരളത്തിൽ 7:30 മുതൽ തത്സമയം. വാർത്തകളിലേക്ക് വിശദമായി. സൗദി ജയിലിൽ വധശിക്ഷ കാത്തുകിടക്കുന്ന അബ്ദുൾ റഹീമിനായുള്ള മോചനദ്രവ്യമായ 34 കോടി രൂപ നാടിന്റെ കൂട്ടായ്മയിൽ പിരിഞ്ഞുകിട്ടി. വധശിക്ഷ നടപ്പാക്കാൻ 4 ദിവസം മാത്രം ശേഷിക്കെയാണ് റഹീമിനായി നാട് മുഴുവൻ ഒന്നിച്ചത്. മോചനത്തിനായി 34.45 കോടി രൂപ സമാഹരിച്ചു. സൗദിയിൽ ജോലി ചെയ്തിരുന്ന അബ്ദുൾ റഹീമിന് പറ്റിയ കയ്യബദ്ധത്തിൽ സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകൻ മരിച്ചതോടെയാണ് ജയിലിലായത്. നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് 34 കോടി രൂപ മോചനദ്രവ്യമായി നൽകിയാൽ ശിക്ഷ ഒഴിവാക്കാമെന്ന് കുടുംബം അറിയിക്കുകയായിരുന്നു. MS അനീഷ് കുമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, മലയാളികളുടെ ഒരുമ, യഥാർത്ഥ കേരള സ്റ്റോറി എന്ന നിലയിൽ വീണ്ടും ചർച്ചയാവുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പ്രതീക്ഷ തീരെ അറ്റ നിലയിലായിരുന്നു. ഇത്ര വലിയ തുക സമാഹരിക്കാനാകുമോ എന്നത് ആശങ്കയായിരുന്നു. പക്ഷേ ഇതാ 2 ദിവസം ബാക്കി നിൽക്കുമ്പോൾ തന്നെ ആ ലക്ഷ്യം നേടിയിരിക്കുകയാണ്. വീട്ടുകാർ എത്രമാത്രം സന്തോഷത്തിലാണ്? മോചനത്തിനുള്ള നടപടികൾ ഇനി എങ്ങനെയാണ്? രേണുക, നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാവുന്നതിനപ്പുറമാണ് ഈ സന്തോഷമെന്ന് പറയാം. ഇവിടെ വലിയൊരു ജനക്കൂട്ടം തന്നെ രൂപപ്പെട്ടിരിക്കുന്നു.
മറന്ന് രാഷ്ട്രീയ മറ്റു ഒരു പരിഗണനകളുമില്ലാതെയാണ് എല്ലാവരും ഈ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ പ്രായമായ ആളുകൾ വരെ കേരളത്തിനുള്ളിൽ താമസിക്കുന്നവർ, കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർ എന്നിങ്ങനെ മൊബൈൽ ആപ്പിൽ ഈ അദ്ദേഹത്തിന് സഹായധനം കൊടുക്കേണ്ട ആപ്പിലേക്ക് പണം എത്ര എത്തുന്നു എന്ന് തത്സമയം നോക്കി പണം കുറഞ്ഞാൽ അപ്പോൾ പണം ഇടുന്ന രീതിയിൽ പോലും ആളുകൾ കൈകാര്യം ചെയ്തിരുന്നു. ഇന്ന് രാവിലെ ഏതാണ്ട് 25 കോടി രൂപ എത്തിയെങ്കിൽ വളരെ പെട്ടെന്നാണ് പിന്നീട് ലക്ഷ്യത്തിലേക്ക് എത്തിയത്. എന്തായാലും നമുക്കൊപ്പം ഈ നിയമസഹായ വേദിയുടെ ആളുകൾ തന്നെ ഉണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ? നമ്മൾ ഈ ഫണ്ട് സമാഹരണം അവസാനിപ്പിച്ചത്? ഫണ്ട് സമാഹരണം നമ്മൾ അവസാനിപ്പിച്ചു. കേരളത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെയാണ് 18 വർഷമായിട്ട് ഒരു നിയമ പോരാട്ടത്തിൽ സൗദി അറേബ്യയിൽ 17 വർഷവും കഴിഞ്ഞു. ഈ 18ാമത്തെ വർഷത്തിലേക്കാണ് റഹീം സൗദി ജയിലിൽ അകപ്പെട്ട് നിൽക്കുന്നത്. അദ്ദേഹം 2006 അവിടെ അകപ്പെട്ട് ഈ ഇൻസിഡൻസ് ഉണ്ടായ സമയം മുതൽ ഈ സമയം വരെ അതിന്റെ കൂടെ നിന്ന ഒരു റഹീം റിലീസ് സഹായ സമിതി എന്ന് പിന്നീട് ആവശ്യമായ ട്രസ്റ്റ് നാട്ടിൽ അതിന്റെ വഴികൾ വളരെ പ്രയാസം നിറഞ്ഞതാണ്. 3 തവണ റഹീമിന് വധശിക്ഷ വിധിച്ചപ്പോഴും നമ്മുടെ അതിശക്തമായ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടു കൂടിയുള്ള ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടാണ് ഈ ഒരു ദിയാപണം നൽകിയിട്ട് റഹീമിനെ മോചിപ്പിക്കാം എന്ന ഒരു ധാരണയിലേക്ക് സൗദി ഗവൺമെന്റ് ത്രൂവും ഇന്ത്യൻ എംബസിയും ഒക്കെ നടത്തിയ ഒരുപാട് ഡയലോഗ്സിന്റെ റിസൾട്ടാണ് ഇതിന്റെ അന്തിമമായിട്ട് ഇന്ന് നമ്മൾ വിജയിച്ചിരിക്കുന്നത്. സൗദി റിയാൽ 15 മില്യൺ റിയാൽ ദിയാപണം നൽകിയാൽ റഹീമിന് മോചനം നൽകാം എന്ന ഇന്ത്യൻ എംബസിക്ക് അവർ കൊടുത്ത വാക്കിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിൽ അതിനു വേണ്ട നിയമസഹായ സമിതി രൂപീകരിക്കും. സർവ്വ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ള ആളുകളുടെ കൂട്ടായ്മയിലൂടെ നാട്ടിൽ വലിയ ഒരു സഹായ സമിതി രൂപീകരിച്ചു. റഹീം സഹായ സമിതി ട്രസ്റ്റ് രൂപീകരിച്ചു. അതിന്റെ വർക്കുകൾ ആരംഭിച്ചതാണ്. കേവലം 1.5 മാസം 1 മാസത്തിൽ താഴെയുള്ള ഒരു സമയം കൊണ്ടാണ് ഇത്രയും ധനം നമുക്ക് 34 കോടി രൂപ സമാഹരിക്കാൻ സാധിച്ചത്. ഇത് രൂപീകരിച്ചു, ട്രസ്റ്റ് രൂപീകരിച്ചു. നമ്മൾ രൂപീകരിച്ചപ്പോൾ നമ്മൾക്ക് പ്രയാസം തോന്നിയിരുന്നത് 34 കോടി രൂപയാണ്. നമുക്ക് അസ്യൂം ചെയ്യാത്തതിന്റെ അപ്പുറത്തുള്ള ഒരു ഫിഗറാണ്. പക്ഷെ ആ ഫിഗറിനെ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ കൃത്യമായ ഓരോ ആളുകളും നൽകുന്ന ഓരോ രൂപയും യാതൊരു പ്രയാസവും കൂടാതെ അതിന്റെ നിയമസഹായ സമിതിയിൽ എത്തണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി നല്ല ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് പിന്നിൽ വർക്ക് ചെയ്ത് കൃത്യമായി ഓരോ ആളുകൾ അയക്കുന്ന പൈസയും ആരയച്ചു, എത്ര അയച്ചു, എങ്ങനെയാണെന്നുള്ള കൃത്യം എവിടെ നിന്നുള്ള ഡാറ്റയോട് കൂടി സാധിച്ചു. ഇന്നലെ വരെ ഏകദേശം 20 കോടി രൂപയാണ് അതിൽ കയറിയത്. ഏകദേശം 30 CR ആയപ്പോഴേക്കും ആളുകൾ നാട്ടിൽ നിന്നും വിവിധ സാമൂഹ്യ മനങ്ങൾ ചെവിക്കൊണ്ട് സ്വമനസ്സുകളായ മലയാളി സമൂഹം ഒന്നടങ്കം അത് ഏറ്റെടുത്ത് സംയുക്തമായ നടത്തിയ വലിയ ഫണ്ട് കളക്ഷന്റെ ഒഴുക്ക് ഈ റഹീം സഹായ സമിതി ഓഫീസിലേക്ക് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഫണ്ട് ആപ്പ് നമ്മൾ ക്ലോസ് ചെയ്യുകയും അവരുടെ ധനസഹായം നമ്മൾ സ്വീകരിക്കുകയും ബാക്കി ആളുകളോട് ഇനി ഇതിനു വേണ്ടി നിങ്ങൾ പണം സമാഹരിക്കരുത് എന്ന് പത്രസമ്മേളനത്തോടെ ആഹ്വാനം ചെയ്യേണ്ടത്. ഏറ്റവും സന്തോഷം ഞങ്ങൾക്ക് തോന്നുന്നത് മലയാളികളുടെ ഒരു മനസ്സാണ്. ഒരു പ്രയാസം വരുമ്പോൾ മലയാളിയുടെ മനസ്സ് വേദനിച്ചു എന്നതിന്റെ തെളിവാണ് റഹീം സഹായ സമിതിക്ക് ഈ ചെറിയ നമുക്ക് ഉണ്ടായത്. അതാണ് നമുക്ക് ഒരു റിസൾട്ട് നമുക്ക് ഇതിന്റെ അകത്ത് ഉണ്ടായത്. ആ റിസൾട്ടിനെ നമ്മൾ എല്ലാ മലയാളിയും സന്തോഷിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 34 കോടി രൂപ റഹീമിന്റെ ഈ ഒരു വിഷയത്തിന് സമാഹരിക്കുകയും അത് എത്രയും പെട്ടെന്ന് അതിന്റെ നിയമ സംവിധാനവുമായി ഇന്ത്യൻ എംബസിക്ക് കൈമാറാനുള്ള അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്? അവിടുത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 16-ാം തീയതി വരെയായിരുന്നു റഹീമിന്റെ ഈ ഫണ്ട് ശേഖരത്തിന്റെ പൈസ സൗദി അവരുടെ കുടുംബം ആവശ്യപ്പെട്ടത്. നമുക്ക് 2 ദിവസം മുന്നേ തന്നെ നമുക്ക് ആ ഫണ്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഈ ഫണ്ട് ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രി വഴി ഇന്ത്യൻ എംബസിയിലേക്ക് കൈമാറും. അതിന്റെ ഡോക്യുമെന്റേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ആ പേപ്പർ കൊടുത്ത് ക്ലിയർ ആയാൽ ഫണ്ട് ഇന്ത്യൻ എംബസിയിൽ എത്തുകയും ഇന്ത്യൻ എംബസി സൗദി ഗവൺമെന്റ് ത്രൂ അവരുടെ കുടുംബത്തിന് കൈമാറി അതിന് നിയമപരമായ അതിന്റെ പ്രോസസ്സിംഗ് ഇന്ത്യൻ എംബസിയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ളതാണ്. ഫണ്ട് റേസ് ചെയ്യുക എന്ന ഒരു ദൗത്യമാണ് നമ്മുടെ ഈ ട്രസ്റ്റ് രൂപീകരിച്ച് അതിന് നമ്മൾ നടത്തിയിരിക്കുന്നത്. അത് നമ്മൾ വിജയിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ഒരു വലിയ സമൂഹത്തിന്റെ നഖമഴിഞ്ഞ സഹായം വിവിധ മീഡിയകളുടെ, വിവിധ സോഷ്യൽ മീഡിയ രംഗത്തുള്ള ആളുകളുടെ, വ്യവസായികളുടെ, സാധാ പ്രവർത്തകരുടെ 10 രൂപ പോലും 100 കണക്കിന് അല്ലെങ്കിൽ 1000 10 രൂപയും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. അത്രമാത്രം കുട്ടികളടക്കം ഇതിന് സംഭാവന നൽകി എന്നതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം ഇതിനകത്ത്.
ഇത് കുറെ ദിവസങ്ങളായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ ആളുകൾ നിസ്വാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഇപ്പൊ ചെറിയ ക്ലബ്ബുകൾ, സംഘടനകൾ. നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, റഹീമിന് വേണ്ടി സഹായിച്ച ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും 1000 നന്ദി അറിയിക്കുകയാണ്. ഈ നാട് മുഴുവൻ കരിച്ചില്ലേനി ഒരു 1.5 മാസം മുമ്പേ. ഇപ്പോഴാണ് എല്ലാവരും സന്തോഷത്തിൽ ആയത്. വല്ലാത്തൊരു സംഭവം തന്നെയാണ്. എല്ലാവർക്കും 1000 നന്ദി ഒരിക്കൽ കൂടി അറിയിക്കും. 12 മണിക്കൂറിൽ 15 അതെ മാച്ച്. എന്തായാലും MS അനീഷ് കുമാറാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകുന്നത്. വലിയ സന്തോഷത്തിലാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും തന്നെ 2 ദിവസം ബാക്കി നിൽക്കുമ്പോൾ തന്നെ ആ ലക്ഷ്യം നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അവരുടെ ആനന്ദം. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഈ റഹീമിന്റെ ഒരുപാട് നന്ദി. പല സംഘടനകളും പല ആളുകളും ഇതിന് തീർച്ചയായും അനീഷ് റഹീമിന്റെ വീട്ടിലാണോ ഉള്ളത്? വീട്ടിൽ ആണോ? ഒരുപാട് പേരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരാണ് ഓരോരുത്തരും. ഉമ്മ വലിയ കാത്തിരിപ്പിലായിരുന്നു. ഏതാണ്ട് 1.5 പതിറ്റാണ്ടായി മകൻ ജയിലിലാണ്. അവിടെ ഇപ്പോൾ വലിയ ആശ്വാസമാണ് ആ ഉമ്മയെ സംബന്ധിച്ച് ഉള്ളത്. ഉമ്മയുടെ പ്രതികരണം തേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? ഈ മേഖലയിൽ പ്രവർത്തിച്ച പല ആളുകളും സന്തോഷം. ജീവിതത്തിലേക്ക് ഏറെ സന്തോഷവും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ബാൻഡ്വിഡ്ത്തിൻ്റെ പ്രശ്നം മറ്റുമാണ്. ഏതായാലും അവിടെ രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉള്ളവർ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഒത്തൊരുമയാണ് വലിയ ഒരു മോചനദ്രവ്യമായിട്ടും ദയാധനമായിട്ടും അത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് കേരളത്തിൻ്റെ ആ ഒത്തൊരുമയുടെ ഒരു ഫലമായിട്ട് തന്നെയാണ്. എല്ലാവരും അതിനുവേണ്ടി സഹകരിച്ചു. തുക 2 ദിവസം ബാക്കി നിൽക്കുമ്പോൾ തന്നെ കണ്ടെത്താനായി. ഇനിയും ഇന്ത്യൻ എംബസിക്ക് കൈമാറി അതിൻ്റെ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കുന്നതിലൂടെ മോചനം സാധ്യമാകും. അതിൻ്റെ സന്തോഷമുണ്ട് എല്ലാവരിലും. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അതിൻ്റെ സന്തോഷമുണ്ട്. ആ ഉമ്മ ഏതാണ്ട് 1.5 പതിറ്റാണ്ടിലധികമായി മകൻ ജയിലിലാണ്. കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും കാണാൻ പോലും കഴിയാതെ ജയിലിൽ കഴിയുന്ന സാഹചര്യമായിരുന്നു. അവിടെ വലിയ സന്തോഷം ഉമ്മയ്ക്കും ഉണ്ട് പണം കണ്ടെത്താനായതിൽ. ഏതായാലും ഒരു നാട് മുഴുവൻ ഒത്തുനിന്നപ്പോഴാണ് അത് യാഥാർത്ഥ്യമാകുന്നത്. മോചനത്തിനായുള്ള മറ്റ് നടപടികളാണ് ഇനി നടക്കേണ്ടത്. MS അനീഷ് കുമാറാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. എറണാകുളം കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ കുട്ടിയാനയെ പുറത്തെത്തിച്ചു. കാട്ടിലേക്ക് തുരത്താൻ ശ്രമം തുടരുകയാണ്. മണ്ണുമാന്തി ഉപയോഗിച്ച് കിണറിന്റെ വശമിടിച്ചാണ് ആനയെ പുറത്തെത്തിച്ചത്. 13 മണിക്കൂറിലേറെ ശ്രമിച്ചിട്ടാണ് ആനയെ കരയ്ക്ക് കയറ്റിയത്. നേരത്തെ ആനയെ മയക്കുവെടി വെക്കാൻ തീരുമാനിച്ചിരുന്നു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, എന്തായാലും 13 മണിക്കൂറിലധികം നീണ്ട ദൗത്യം വിജയകരമായിരിക്കുകയാണ്. ആനയെ കാട്ടിലേക്ക് തന്നെ തുരത്താനായിരുന്നു തീരുമാനം. ആനയെ തുരത്തിയോ? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? രേണുക, ഏറെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ആനയെ കരയ്ക്കെത്തിച്ചത്. ഈ കുഴിയുടെ, അതായത് ഈ കിണറിന്റെ സമീപത്തായി ഒരു JCB ഉപയോഗിച്ച് വശങ്ങൾ ഇടിച്ചാണ് ആനയെ പുറത്തെത്തിച്ചത്. കിണറ്റിന് പുറത്തെത്തിയ ആന അടുത്തുള്ള പൈനാപ്പിൾ തോട്ടത്തിലേക്കാണ് ആദ്യമായി ഓടിപ്പോയത്. അപ്പോൾ തന്നെ ആളുകളൊക്കെ ഇതിന്റെ പുറകെ കൂടി പോയി പടക്കങ്ങൾ പൊട്ടിച്ചും ബഹളം വെച്ചുമൊക്കെയായിരുന്നു ആനയെ കാട്ടിലേക്ക് കയറ്റി വിട്ടത്. എന്തായാലും ചെറിയൊരു ആശ്വാസമാണ്. എങ്കിൽ പോലും നാട്ടുകാരുടെ ഒരു പ്രതിഷേധവും അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം അവർ പറയുന്നത് ആനയെ മയക്കുവെടി വെച്ച് പുറത്തെത്തിക്കാം എന്നൊരു തീരുമാനമായിരുന്നു ആദ്യം വനപാലകർ എടുത്തത്. പക്ഷേ പിന്നീടായിരുന്നു അതിനെ മറ്റൊരു JCB ഉപയോഗിച്ച് കുഴിയെടുത്ത ശേഷം അതിനെ പുറത്തെത്തിച്ചത്. അതിൽ ചെറിയൊരു പ്രതിഷേധം നാട്ടുകാർക്കുണ്ട്. കാരണം ഇവ വീണ്ടും തിരിച്ചെത്തും. അത് ഇവരുടെ ജീവിതത്തിന് തന്നെ വീണ്ടും വെല്ലുവിളിയാകും എന്നുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് അതിന്റെ ഒരു പ്രതിഷേധവും നാട്ടുകാർ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും വനപാലകരെ അടക്കം നാട്ടുകാർ അവിടെ തടഞ്ഞു വെക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. എങ്കിൽ പോലും വളരെ പ്രയാസപ്പെട്ടാണെങ്കിൽ പോലും മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ ആനയെ കരയ്ക്കെത്തിച്ചിരിക്കുകയാണ്. ആന ഇപ്പോൾ വനമേഖലയിലേക്ക് തന്നെ പോവുകയും ചെയ്തിട്ടുണ്ട്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.
ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ ഒളിവിലുള്ള മുഖ്യ ആസൂത്രകൻ ഉൾപ്പെടെ 2 പ്രതികൾ കൂടി പിടിയിലായി. പശ്ചിമബംഗാളിൽ ഒളിത്താവളത്തിൽ നിന്നാണ് ഇരുവരെയും ഇന്ന് രാവിലെ എൻഐഎ പിടികൂടിയത്. അബ്ദുൾ മദീൻ താഹ, മുസ്ലാവിർ ഹുസൈൻ ഷാഹേബ് എന്നിവരാണ് കൊൽക്കത്തയിൽ എൻഐഎയുടെ പിടിയിലായത്. അബ്ദുൾ മദീൻ താഹയാണ് കേസിലെ മുഖ്യ ആസൂത്രകനെന്നും രാമേശ്വരം കഫേയിൽ IED വെച്ചയാളാണ് മുസാവിർ ഹുസൈൻ എന്നും എൻഐഎ വിശദീകരിച്ചു. ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടനത്തിൽ 2 പേരാണ് ഇന്ന് എൻഐഎയുടെ പിടിയിലാകുന്നത്. രാവിലെ പുലർച്ചെയാണ് ഇവർ പശ്ചിമ ബംഗാളിൽ നിന്ന് പിടിയിലാകുന്നത്. കൊൽക്കത്തയിൽ വ്യാജ പേരുകളിൽ ഇവർ ഒളിച്ചു താമസിക്കുകയായിരുന്നു. സ്ഫോടനം കഴിഞ്ഞ ഏതാണ്ട് 1 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ മുഖ്യ ആസൂത്രകനെയും അതുപോലെ തന്നെ ഈ രാമേശ്വരം കഫേയിൽ സ്ഫോടനം നടത്താൻ ആവശ്യമായ IED കൊണ്ടുവന്ന് വെച്ച ആളെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അബ്ദുൾ ലത്തീൻ താഹ, അയാളാണ് മുഖ്യ ആസൂത്രകൻ എന്നാണ് എൻഐഎ പറയുന്നത്. മുസാഫിർ ഹുസൈൻ ഷാസിദ്, ഇയാളാണ് IED രാമേശ്വരം കഫേയിൽ കൊണ്ടുവച്ചത് എന്നാണ് പറയുന്നത്. ഇരുവരെയും ഇന്ന് രാവിലെയാണ് പിടികൂടിയിരിക്കുന്നത്. ദീർഘനാളായി ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയായിരുന്നു. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴികളിൽ നിന്നാണ് ഇവർ കൊൽക്കത്തയിൽ ഒളിച്ചു താമസിക്കുന്നു എന്ന വിവരം എൻഐഎ അറിഞ്ഞത്. ഇവരുടെ തലയ്ക്ക് ഇനാം ഉൾപ്പെടെ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും പശ്ചിമ ബംഗാൾ പോലീസിന്റെ കൂടെ സഹായത്തോടു കൂടിയാണ് എൻഐഎ ഇവരെ 2 പേരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അതിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ കേരള, കർണാടക പോലീസിന്റെയും ഇവരെ പിടികൂടാൻ വേണ്ടി സഹായം തേടുകയും ചെയ്തിരുന്നു. ഇവർക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസും നേരത്തെ പുറപ്പെടുവിച്ച ഒരു സാഹചര്യമുണ്ട്. 2002 ഇവർ ഈ 2 പേർക്കും നേരത്തെയും തീവ്രവാദ കേസുകളുമായി ബന്ധമുണ്ട്. 2020 തീവ്രവാദ കേസിൽ ഇവർ 2 പേരും ഉൾപ്പെട്ടിരുന്നു എന്നാണ് എൻഐഎ പറയുന്നത്. അതിൽ ഈ മുഖ്യ ആസൂത്രകൻ എന്ന് പറയുന്ന അബ്ദുൾ മത്തീൻ താഹയ്ക്ക് ISISുമായി ബന്ധമുണ്ട് എന്നും എൻഐഎ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ബംഗളൂരു മോഡ്യൂൾ അൽ ഹിന്ദിൽ അംഗമാണ് ഈ അബ്ദുൾ ലത്തീൻ താഹ എന്നാണ് എൻഐഎ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും ഇവരെ വിശദമായ ചോദ്യം ചെയ്യലുകൾ വേണ്ടിവരും. ഒപ്പം തന്നെ തെളിവെടുപ്പുകളും മറ്റും വേണ്ടിവരും. ഏതാണ്ട് മാർച്ച് 1 ഈ രാമേശ്വരം കഫേയിൽ ഈ സ്ഫോടനം നടക്കുന്നത്. ഉച്ചയോടുകൂടി ബംഗളൂരുവിലെ തന്നെ ഏറ്റവും ക്രൗഡഡ് ആയ ഒരു സ്ഥലമാണ് ഈ രാമേശ്വരം കഫേ എന്ന് പറയുന്നത്. നിരവധി പേരാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തുന്നത്. അപ്പോഴാണ് അവിടെ അപ്രതീക്ഷിതമായ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നിരവധി പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. ഇന്ന് അറസ്റ്റിലായിരിക്കുന്നത് 2 പേരും പ്രധാനപ്പെട്ട പ്രതികളാണ്. ആ പ്രതികളെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമാണ് എന്തൊക്കെ ഉദ്ദേശങ്ങളായിരുന്നു ഈ പ്രതികൾക്ക് എന്ന് വ്യക്തമാവുകയുള്ളൂ. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രതികൾക്ക് വിദേശത്ത് നിന്ന് ഈ സ്ഫോടനം നടത്തുന്ന സമയത്ത് വിദേശത്ത് നിന്ന് നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു എന്നും എൻഐഎ സമ്മതിക്കുന്നുണ്ട്. ഏതായാലും അതിൽ വിദേശത്ത് ആരായിരുന്നു അതിന്റെ പങ്കാളി എന്നതുൾപ്പെടെയുള്ള കാര്യത്തിലേക്ക് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വരും നാടുകളിൽ തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുവി വിശ്വനാഥിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് സാക്ഷിമൊഴികൾ നൽകണമെന്ന് ഹൈക്കോടതി. എറണാകുളം സെഷൻസ് കോടതിക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. അതിജീവിതയുടെ ആവശ്യം നിലനിൽക്കും. ആവശ്യം നിരസിക്കാൻ കാരണങ്ങൾ ഇല്ലെന്നും ജസ്റ്റിസ് കെ ബാബു വിശദമാക്കി. അതിജീവിതയുടെ മറ്റാവശ്യങ്ങളിൽ മെയ് 30 വാദം നടക്കും. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച സംഭവത്തിൽ ജില്ലാ സെഷൻസ് കോടതിയുടെ വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിജീവിതയുടെ ഹർജി നിലനിൽക്കുമോ എന്നതിൽ ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും. കേസ് 30-നായിരിക്കും വീണ്ടും പരിഗണിക്കുക. കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണമല്ല നടക്കുന്നതെങ്കിൽ ഹൈക്കോടതിക്ക് സ്വമേധയാ കേസെടുക്കാമെന്ന് അതിജീവിത വാദിച്ചു. എതിർപ്പുമായി ദിലീപിന്റെ അഭിഭാഷകനും രംഗത്തെത്തി. ജുഡീഷ്യറിയെ താറടിച്ചു കാണിക്കാനുള്ള നീക്കമാണ് അതിജീവിതയുടേത്. റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തായി. റിപ്പോർട്ട് നൽകിയത് അതിജീവിതയ്ക്ക് മാത്രമാണ്. പക്ഷേ വിവരങ്ങൾ മാധ്യമങ്ങളിൽ വന്നു. ജില്ലാ കോടതി ജഡ്ജി ശേഖരിച്ച സർട്ടിഫൈഡ് കോപ്പി വേണമെന്ന അതിജീവിതയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. വസ്തുതാന്വേഷണ റിപ്പോർട്ട് സഹപ്രവർത്തകരെ സംരക്ഷിക്കാനുള്ളതാണെന്നും തെളിവ് കസ്റ്റഡിയിലെടുത്ത ഫോറൻസിക് പരിശോധനയ്ക്ക് പോലും അയക്കാതെ മൊഴി അതേപടി വിശ്വസിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയെന്നതുമാണ് അതിജീവിതയുടെ ആരോപണം. പരാതിക്കാരനായ തന്നെ മാറ്റി നിർത്തി അതീവ രഹസ്യമായി നടത്തിയ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കി. IG റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥരോട് കേസ് അന്വേഷിക്കാൻ കോടതി നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം. 3 കോടതിയിലും മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചു എന്നാണ് കണ്ടെത്തൽ.
ശരി, നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ജസ്ന തിരോധാന കേസിൽ CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകണമെന്ന് തിരുവനന്തപുരം CJM കോടതി. ജസ്നയുടെ പിതാവിന്റെ ഹർജിയിലാണ് കോടതി നിർദ്ദേശം. കോടതിയിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണം. വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രക്തം പുരണ്ട വസ്ത്രം CBI പരിശോധിച്ചില്ലെന്ന് ഹർജിക്കാരൻ കോടതിയിൽ അറിയിച്ചു. വസ്ത്രം കണ്ടെടുത്തിട്ടില്ലെന്ന് CBI അഭിഭാഷകൻ വിശദമാക്കി. ഇതിലടക്കം വിശദീകരണം നൽകാനാണ് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് KPCC നേതൃത്വം കത്ത് നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അക്രമവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനുമാണ് മുഖ്യമന്ത്രിയുടെയും CPMന്റെയും ശ്രമമെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായി ഇത് അന്വേഷിക്കാൻ, ഇത് ബോംബ് സ്ഫോടനം എന്ന് പറയുന്നത് ഒരു ഭീകര പ്രവർത്തനമാണ്. CBIയെ ചുമതലപ്പെടുത്തി NIA പോലുള്ള ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കാൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത കത്താണ് നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിക്കാനും അക്രമവൽക്കരിക്കാനുമുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നതിന്റെ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പാനൂർ ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട പ്രചാരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി KPCCയുടെ നേതൃത്വത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. പാനൂർ ബോംബ് സ്ഫോടന കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് KPCC പരാതി നൽകിയിരിക്കുന്നത്. MM ഹസൻ KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് NIA പോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കൊണ്ട് തന്നെ ഈ ബോംബ് നിർമ്മാണം അന്വേഷിപ്പിക്കണം. വടകരയിൽ UDFന്റെ സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമായ ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ വിളറി പൂണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഇടത് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, യുവജന സംഘടനകളുടെ ഭാരവാഹികളായിട്ടുള്ളവർ അടക്കം ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടത് എന്നാണ്. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, പലയിടങ്ങളിൽ സമാനമായ തരത്തിൽ ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിലെ വിഷയദാരിദ്ര്യം മൂലം അക്രമം അഴിച്ചുവിടുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരായ നടപടികളുടെ ഭാഗമായി കേന്ദ്ര ഏജൻസി തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് KPCC ആക്ടിംഗ് പ്രസിഡന്റ് മുമ്പോട്ട് വച്ചിരിക്കുന്നത്. അതേസമയം പാനൂർ ബോംബ് സ്ഫോടനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഷാഫി പറമ്പിൽ. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് ആവശ്യം. ബോംബ് നിർമ്മിച്ചത് CPM ജില്ലാ സംസ്ഥാന നേതാക്കളുടെ അറിവോടെയാണ്. സ്ഫോടക വസ്തു നിയമത്തിലെ നിസാര വകുപ്പുകൾ മാത്രം ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. പരിക്കേറ്റ ഒരാൾ മരിച്ച ശേഷം മാത്രമാണ് കൊലപാതക കുറ്റമെങ്കിലും ചുമത്താൻ തയ്യാറായത്. അന്വേഷണത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി എന്നതിന്റെ സൂചനയാണ് ഇതെന്നും ഷാഫി പറമ്പിൽ പരാതിയിൽ ചൂണ്ടിക്കാട്ടി. വെള്ളമുണ്ട മാവോയിസ്റ്റ് ആക്രമണത്തിൽ 1-ാം പ്രതി രൂപേഷിന് 10 വർഷം തടവ്. കൊച്ചി NIA കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 7-ാം പ്രതി അനൂപ് മാത്യുവിന് 8 വർഷമാണ് തടവ്. 4-ാം പ്രതി കന്യാകുമാരിക്കും 8-ാം പ്രതി ബാബു ഇബ്രാഹിം ബാബുവിനും 6 വർഷം വീതവും ശിക്ഷ വിധിച്ചു. വെള്ളമുണ്ട മാവോയിസ്റ്റ് ആക്രമണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് NIA പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 4 പ്രതികളാണ് കേസിലുള്ളത്. 1-ാം പ്രതിയായ രൂപേഷ് രാമചന്ദ്രന് വിവിധ വകുപ്പുകളിലായി 56 വർഷമാണ് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പരമാവധി ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നാണ്. അതിൽ UAPA വകുപ്പ് പ്രകാരം ചുമത്തിയിരിക്കുന്ന 10 വർഷത്തെ കഠിന തടവാണ് അനുഭവിക്കേണ്ടത്. 1.25 ലക്ഷത്തോളം രൂപ പിഴ അടക്കേണ്ടിയും വരും. അതോടൊപ്പം തന്നെ 4-ാം പ്രതിയായ കന്യാകുമാരിക്ക് 90,000 രൂപ പിഴയും അതോടൊപ്പം തന്നെ 6 വർഷത്തെ തടവുമാണ് വിധിച്ചിരിക്കുന്നത്. 8-ാം പ്രതിയായ ബാബു ഇബ്രാഹിമിനും 6 വർഷത്തെ തടവാണ് വിധിച്ചിരിക്കുന്നത്. 7-ാം പ്രതി അനൂപ് മാത്യുവിന് 8 വർഷത്തെ തടവ് NIA പ്രത്യേക കോടതി വിധിച്ചിട്ടുണ്ട്. ഇതിൽ പലർക്കും പല വകുപ്പുകളിലായിട്ട് നിരവധി വർഷങ്ങളാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളെങ്കിലും ഇവർക്ക് ഏതെങ്കിലും ഒരു വകുപ്പിൽ വിധിച്ചിട്ടുള്ള പരമാവധി കാലയളവ് ശിക്ഷയാണ് കണക്കാക്കുന്നത്. ഇത് പ്രകാരമാണ് ഇവരുടെ ശിക്ഷാ കാലയളവ് കണക്കാക്കുന്നത്. എന്തായാലും ഇതിൽ 2014 ഈ ആസ്പദമായ സംഭവം നടക്കുന്നത്. ഇതിനുശേഷം കേസിൽ പല കാലയളവിലായിട്ട് ഇവർ പിടിക്കപ്പെട്ട ജയിലിലാണ്. അപ്പോൾ ജയിലിൽ കിടന്നിരുന്ന ആ കാലയളവ് കൂടി ശിക്ഷാ കാലയളവായിട്ട് കണക്കാക്കപ്പെടും. ഇനിയും ഈ കേസിൽ വേറെയും പ്രതികളുണ്ട്, ശിക്ഷ പിടിക്കപ്പെടാനുള്ള പ്രതികളുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ NIA കോടതിയിൽ ഇന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി സിവിൽ പോലീസ് ഓഫീസിൽ കയറി വീട്ടിൽ കയറി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അതോടൊപ്പം തന്നെ നിരോധിക്കപ്പെട്ട സംഘടനയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഭീഷണിപ്പെടുത്തുക, അപായപ്പെടുത്താൻ ശ്രമിക്കുക, വാഹനങ്ങൾ തകർക്കുക തുടങ്ങിയ വിവിധ
കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് ഇവർക്കെതിരെയുള്ള കേസ് എടുത്തിരുന്നത്. ഇതിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇതിന് വിചാരണ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ഇന്നാണ് NIA കോടതി ഇതിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കാണുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി വൈകാതെ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും അകലെയല്ല. കാശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കാൻ കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നതായും ജമ്മു കാശ്മീരിലെ ഉധംപൂരിലെ റാലിയിൽ മോദി പറഞ്ഞു. वो तो ट्रेलर है, ट्रेलर। मुझे तो नए जम्मू कश्मीर की नई और शानदार तस्वीर बनाने के लिए जुट जाना है। वो समय दूर नहीं जब जम्मू कश्मीर में भी विधानसभा के चुनाव होंगे। जम्मू कश्मीर को वापस राज्य का दर्जा मिलेगा। आप अपने विधायक, अपने मंत्रियों से अपने सपने साझा कर सकेंगे। കാട്ടിൽ നിന്ന് ആന നാട്ടിലിറങ്ങിയ അത്ര പോലും രാഹുൽ വയനാട്ടിൽ വന്നില്ല എന്ന് കെ സുരേന്ദ്രൻ. NDA സ്ഥാനാർത്ഥിക്കെതിരെ വ്യാപകമായി കള്ളപ്രചാരണം നടക്കുന്നു. അനിൽ ആന്റണിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നത് എന്തുകൊണ്ടെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് പാർട്ടിയോ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ മറുപടി. രാഹുൽ ഗാന്ധി എത്ര തവണ വയനാട്ടിൽ വന്നു? മഹാഭൂരിപക്ഷം നൽകി അധികാരത്തിൽ കയറ്റിയ ജയിപ്പിച്ചുവിട്ട രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്ര തവണ വന്നു? ആന കാട്ടുനിറങ്ങി വന്നതിന് അത്ര വന്നോ? പലതവണ മുന്നണി മാറിയ ആളാണ് കോട്ടയത്ത് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി. സ്വതന്ത്രനായി മത്സരിക്കുന്നയാൾ UDFൽ തന്നെ നിൽക്കുമെന്ന് എന്താണ് ഉറപ്പ്? പല നേതാക്കളും ജോസഫ് വിഭാഗത്തിൽ അസംതൃപ്തരാണെന്നും ജോസ് കെ മാണി ന്യൂസ് 18നോട് പറഞ്ഞു. ചില കൺഫ്യൂഷൻസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പുറത്തുനിന്നുള്ള ഒരു സ്ഥാനാർത്ഥി ഇവിടുത്തെ ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ അല്ലെങ്കിൽ ഈ മണ്ഡലത്തിലെ വോട്ടർ പോലുമല്ല. മാത്രമല്ല സ്വതന്ത്ര ചിഹ്നത്തിലാണ് നിൽക്കുന്നത്. നിലപാടുകൾ എടുത്തു നോക്കിയാൽ നിലപാടുകൾ കഴിഞ്ഞ ഒരു 12 വർഷത്തിലെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കണം. ആ നിലപാടുകൾ മിനിമം 3-4 പ്രാവശ്യമെങ്കിലും മാറ്റിയിട്ടുണ്ട്. ആ നിലപാടുകൾ മുന്നണി മാറ്റത്തിൽ മാത്രമല്ല രാഷ്ട്രീയത്തിൽ ഈ പല പാർട്ടികളിലുമായി മാറിയിട്ടുണ്ട്. 7 പ്രാവശ്യം നിന്നപ്പോഴും 7 പ്രാവശ്യവും വ്യത്യസ്തമായ ചിഹ്നത്തിലാണ് നിന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും അവരുടെ സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നത് എന്താണ് ഉറപ്പ്? UDF നിൽക്കും ഈ സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പലിനെ പരിഹസിച്ച് മോൻസ് ജോസഫ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയിരുന്നുവെങ്കിൽ സജി മഞ്ഞക്കടമ്പലിന് സീറ്റ് കൊടുക്കാമായിരുന്നു. സീറ്റ് ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നതിന്റെ പിണക്കമായിരിക്കാമെന്നും സജിക്ക് കൊടുക്കാൻ കഴിയുന്ന പരമാവധി സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. സജിക്കായി പാർട്ടിയുടെ വാതിലുകൾ ഇപ്പോഴും തുറന്നു കിടക്കുകയാണെന്നും മോൻസ് ന്യൂസ് 18നോട് പറഞ്ഞു. അപ്പോൾ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചപ്പം ലോക്സഭാ സീറ്റ് ഞങ്ങളോടൊക്കെ ചോദിച്ചിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കൊക്കെയാണെങ്കിൽ നമുക്ക് അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? PC തോമസ്, ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള സീനിയർ പ്രധാന നേതാക്കൾ മത്സരരംഗത്ത് വരുന്ന ഒരു സാഹചര്യം. കോൺഗ്രസ് പാർട്ടിയും കേരള കോൺഗ്രസും ഒക്കെ സീറ്റ് സംബന്ധിച്ച് ധാരണയാക്കി UDFൽ ഒരു സീറ്റിലേക്ക് വരുമ്പോൾ ഞങ്ങൾ പാർട്ടി ഏകകണ്ഠമായി തീരുമാനിച്ചു. എല്ലാ നേതാക്കളും ആയിട്ടും P. ജോസഫ് സാർ ആശയവിനിമയം നടത്തി. അങ്ങനെ ഏകകണ്ഠമായി ഫ്രാൻസിസ് ജോർജിനെ കോട്ടയത്ത് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. അത് നിങ്ങൾക്കും അറിയാം. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ അതിന് കുശുമ്പ് കുത്തിയിട്ട് കാര്യമുണ്ട്. ആ കുശുമ്പ് എന്നുള്ളതല്ലാതെ ഒരു കാര്യം. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp,
the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇഡിക്ക് തിരിച്ചടി. പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെ തെരഞ്ഞെടുപ്പിന് മുൻപ് ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനാകില്ല. ഇഡിയുടെ അപ്പീൽ തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മാറ്റി. ഇഡിയുടെ നടപടി തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് തോമസ് ഐസക് വാദിച്ചു. ഫെമ നിയമലംഘനം നടന്നിട്ടുണ്ടോ എന്നറിയാനാണ് അന്വേഷണമെന്ന് ഇഡിയും കോടതിയെ അറിയിച്ചു. തോമസ് ഐസക് ഹാജരായാൽ അന്വേഷണം പൂർത്തിയാക്കാമെന്നും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയെന്നും ഇഡി പറഞ്ഞു. മാസപ്പടി കേസ് അന്വേഷണത്തിൽ ഇടപെടാനാകില്ലെന്ന് ഹൈക്കോടതി. തിങ്കളാഴ്ച CMRL MD ശശിധരൻ കർത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകണം. ഇഡിയുടെ സമൻസ് തടയണമെന്നാവശ്യപ്പെട്ട് ശശിധരൻ കർത്ത സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്. SFIO അന്വേഷണം നടക്കുന്നതിനാൽ ഈ അവസരത്തിൽ ഇഡി കേസ് നിലനിൽക്കില്ലെന്ന് CMRL കോടതിയിൽ വാദിച്ചു. കർത്തയുടെ ഹർജിയെ ഇഡി എതിർത്തു. ഗുരുതര രോഗം ബാധിച്ച മാധ്യമപ്രവർത്തകൻ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. വർക്കലയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനും കവിയും എഴുത്തുകാരനുമായ സുരേഷ് DS കാപ്പിലാണ് തലച്ചോറിൽ രക്തസ്രാവം കണ്ടെത്തിയതിനെ തുടർന്ന് അടിയന്തര ചികിത്സയ്ക്കായി സഹായം തേടുന്നത്. കാപ്പിൽ സ്വദേശി സുരേഷിന് തലച്ചോറിൽ രക്തസ്രാവം കണ്ടെത്തിയതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയ ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഓപ്പൺ സർജറിക്കായി വലിയ തുക ആവശ്യമായി വരും. ആകെയുള്ള വീടും പുരയിടവും ജപ്തി ഭീഷണി നേരിടുകയാണ്. ഭാര്യ അജിതയും 13 വയസ്സുള്ള മകളും നിസ്സഹായാവസ്ഥയിലാണ്. കേരള കൗമുദി, ദേശാഭിമാനി, ചന്ദ്രിക, തേജസ്, സുപ്രഭാതം തുടങ്ങിയ മാധ്യമങ്ങളിൽ ലേഖകനായി ദീർഘനാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടവ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും കാപ്പിൽ പബ്ലിക് ലൈബ്രറിയിലെ ലൈബ്രറിയനുമാണ്. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്. സുരേഷിന് ജീവിതത്തിലേക്ക് മടങ്ങാൻ നല്ല മനസ്സുകളുടെ സഹായം അനിവാര്യമാണ്. ന്യൂസ് 18 വർക്കല. വിഷു അടുത്തതോടെ പടക്ക വിപണിയും സജീവം. സാധാരണ പടക്കങ്ങൾക്കൊപ്പം ഇത്തവണ പുതിയ ഇനം പടക്കങ്ങളും എത്തിയിട്ടുണ്ട്. എന്നാൽ നേരിട്ടുള്ള വിൽപ്പനയ്ക്ക് പുറമെ ഓൺലൈൻ വഴിയുള്ള വിൽപ്പന കച്ചവടക്കാരെ പ്രതിസന്ധിയിലാക്കുന്നു. ചൈനീസ് പടക്കങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ. കുട്ടികൾക്കായുള്ള പ്രത്യേക പടക്കങ്ങളും വിപണിയിലുണ്ട്. വെറൈറ്റി എന്ന് പറയുന്നത് കുട്ടിയൊക്കെ തന്നെ, കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ കുട്ടികളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുട്ടിക്കുള്ള വെറൈറ്റിയാണ് കൂടുതൽ വിപണിയിൽ ഇറങ്ങിയിട്ടുള്ളത്. അവർക്ക് പറ്റുന്ന പലതരത്തിലുള്ള പോക്കറ്റുകൾ, പിന്നെ ചക്രങ്ങൾ, പിന്നെ ചറവറ ഐറ്റംസുള്ള കുറച്ച് ചൈനീസ് ഐറ്റംസുകൾ, അങ്ങനെ കുറച്ച് പിന്നെ വിസിൽ വാണങ്ങൾ, പിന്നെ അവർക്ക് തന്നെ പറ്റുന്ന കുറേ വെറൈറ്റി ഉണ്ട്. 5 തരം കത്തുന്ന പിന്നെ പോക്കറ്റുകളുണ്ട്, പിന്നെ വലിയ വലിയ കമ്പിത്തിരികൾ, അങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ചൈനീസ് ഐറ്റംസാണ് കൂടുതൽ വിപണിയിൽ ഇറങ്ങിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമാണ്. വിപണി സാധാരണ രീതിയിൽ കുറവാണ്. കാരണം വെച്ചാൽ എന്താണെന്ന് പറയുമ്പോൾ ഒന്നാമത് നല്ല ചൂട് കാരണം ആൾക്കാർ കൂടുതൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിലുള്ള തിരക്ക് കാര്യങ്ങളിൽ കുറവാണ് പൊതുവേ. ഇനിയിപ്പോൾ ഇന്നും നാളെയോ 2 ദിവസം ഉള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുന്നു വിചാരിക്കും. ഇലക്ഷൻ അങ്ങനെ പ്രത്യേകം ബാധിച്ചിട്ടൊന്നുമില്ല. ഇലക്ഷൻ പിന്നെ ദിവസങ്ങളുണ്ടല്ലോ, 26-ാം തീയതി ആയതുകൊണ്ട് പിന്നെ അടുത്തില്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ അങ്ങനെ ഇലക്ഷൻ്റെ ആയിട്ട് ബാധിച്ചിട്ടൊന്നുമില്ല. പിന്നെ സാധാരണ കഴിഞ്ഞ വർഷത്തെ ആ ലെവലിൽ തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ പിന്നെ സാധനങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ചില കമ്പനികളിൽ വിലക്കയറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ എന്നാലും നമ്മൾ മാക്സിമം കഴിഞ്ഞ വർഷത്തെ റേറ്റിൽ തന്നെ സാധനങ്ങൾ കൊടുക്കുന്നത്. ഓൺലൈൻ വിപണി ഇപ്രാവശ്യം നടക്കുന്നുണ്ടെന്നാണ് പൊതുവെ അറിയുന്നത്. ഇപ്പോൾ അടുത്ത് തന്നെ കുറേ ആയിട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം കുറച്ച് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ആൾക്കാർ കാരണം ബുക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല, കൂടുതൽ അറിയില്ല. അത് ഇലക്ഷൻ്റെ റിസൾട്ടിനെ അപേക്ഷിച്ചിട്ടാണല്ലോ സാധാരണ പടക്കങ്ങൾ വാങ്ങുക. ഷോപ്പിൽ നിന്ന് സാധാരണ പടക്കങ്ങൾ ആര് വാങ്ങുക ഇലക്ഷൻ റിസൾട്ട് വന്നാൽ മാത്രമാണ്. അതിപ്പം 1 മാസം കൊണ്ടല്ല, അതിന് മെയിലാണെന്നല്ല ജൂണിലാണെന്നുള്ള റിസൾട്ടെല്ലാം വരുന്നത്. അപ്പോൾ ഇലക്ഷൻ്റെ സമയത്തൊന്നും ആരും പടക്കങ്ങളൊന്നും വാങ്ങുന്നത് സംഭവമില്ല. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതായ പാർട്ടിക്കാരെ ബന്ധപ്പെട്ടിട്ട് ആൾക്കാർ പടക്കങ്ങൾ വാങ്ങും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6720 രൂപ, പവന് 53,760 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5620 രൂപ, പവന് 44,960 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ, കിലോയ്ക്ക് 89,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ISL
പ്രീ മാച്ച് അവലോകനം കാണാം.